കുട്ടികൾ പല ആൻസറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പല ആൻസറും കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്താണെന്ന് നോക്കാം. ശരിയായ ആൻസർ 5 ആണ്. പ്ലസ് 28ന്റെ കൂടെ 15 ആഡ് ചെയ്യുന്നു, വീണ്ടും 12 ആഡ് ചെയ്യുന്നു. എത്രയാണ് കിട്ടുന്നത് ഫെർമിൻ ജോസ്? 55 സർ. ശരി. 22, 15 പ്ലസ് 8 എത്രയാണ്? 45 ആണ്. ഇനി 55 നിന്ന് 45 മൈനസ് ചെയ്താൽ എത്രയാണ്? 10. അപ്പൊ 45 കിട്ടുന്നു. 55 45 തമ്മിലുള്ള ഡിഫറൻസ് 10 ആകുന്നു. ആ 10 നമ്മൾ അവിടെ എഴുതി. താഴെ അതേപോലെ 10 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 20ഉം 4ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 33 34 പറയണ്ടേ? 33 ആണ്. ശരി. ഈ 33 ഇവിടെ ഡിഫറൻസ് വരണമെങ്കിൽ ഇവിടെ 5 ചേർത്ത് കഴിഞ്ഞാൽ 15 പ്ലസ് 8 23 കിട്ടുന്നു. 33 നിന്ന് 23 മൈനസ് ചെയ്താൽ എത്രയാണ്? സർ 10 ആണ്. 10 ആണ്. 33 23 10 ആണ്. ശരി. അപ്പൊ ഇവിടെ മേലെ നമുക്ക് വ്യത്യാസം കിട്ടുന്നത് 10, താഴെയും വ്യത്യാസം കിട്ടുന്നത് 10. ആ വ്യത്യാസം കിട്ടണമെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട സംഖ്യ 5 ആയിരിക്കണം. ഞാനത് കുസൃതി ചോദ്യം വെച്ചിപ്പോ തുടങ്ങിയതാണ്. ഇനി യഥാർത്ഥ നമ്മുടെ USS ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത USSന്റെ ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കൂളില് ചില സ്കൂളിലൊക്കെ സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇന്ന് സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഇതിന് ശേഷം നോക്കാം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ആ ചോദ്യം ഒന്ന് വായിച്ച്. Average of some even numbers starting from 2 is 70. Which is the largest even number? 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി 70 ആകുന്നു എങ്കിൽ അവയിൽ വലുത് ഏതാണ് എന്നാണ് ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് ഞാൻ ഇവിടെ കാണുന്നു. ആ ചോദ്യം നിങ്ങൾക്ക് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അതിൽ ആ ഇരട്ട സംഖ്യകളിൽ വലുത് ഏതാണ് എന്നാണ് ചോദ്യം. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? Average of some even numbers starting from 2 is 70, which is the largest even number. ശരി. മോൾ ഏത് സ്കൂളാ? GVHSS മടപ്പള്ളി. മടപ്പള്ളി. വെരി ഗുഡ്. അപ്പൊ ഒരാളെ കിട്ടിയല്ലോ എന്തായാലും. ഫെർമിൻ ജോസിന്റെ ഫോണിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് അതാണ് ഇത്ര സ്ലോ ആകുന്നത്. ശരി. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 138 ആണെന്ന് തോന്നുന്നു. അതായത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഈ 70 എന്ന ആവറേജിനെ ഡബിൾ ചെയ്യുക. ഒരു സംഖ്യയെ ഡബിൾ ചെയ്യാൻ ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 140 കിട്ടും. കുട്ടികൾ 140 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല. അതിൽ നിന്ന് 2 അങ്ങോട്ട് മൈനസ് ചെയ്യണം. അപ്പൊ 2 മൈനസ് ചെയ്താൽ എത്രയാണ് കൂടെ? 138 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം 138 ആണ്. ഇനി സംശയമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ചെറിയ സംഖ്യകൾ എടുത്ത് ചെയ്തു നോക്കാം. 2, 4, 6, 8, 10. Average of some even numbers starting from 2 is 6. ഒരു സംഖ്യയുടെ ആവറേജ് നമുക്കിവിടെ മിഡിൽ കാണാൻ പറ്റും. അതേസമയത്ത് ആ ആവറേജ് കണ്ടുപിടിക്കാൻ 2-3 വഴികളുണ്ട്. ഒന്ന്, ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും കൂടി കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. 2ഉം 10ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12, 12ന്റെ പകുതിയാണ് 6. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര സംഖ്യ ഉണ്ടോ 6, 6, 12, 8, 20, 30. അവിടെ 1, 2, 3, 4, 5. 5 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6, 5, 30. ആ 30ന്റെ
30നെ എത്ര കൊണ്ടായിരിക്കണം? ഋതുവാ, 5. എത്ര സംഖ്യകളുണ്ട്? 5. 5. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 5, അപ്പൊ 6 അങ്ങനെയും കിട്ടും. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, ദ ആവറേജ് ഓഫ് സം ഈവൻ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 2 ഈസ് 6. എങ്കിൽ അതിൽ വലുത് ഏതാണ് എന്ന് പറഞ്ഞാൽ ഈ 6നെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, 12 കിട്ടുന്നു, അതിൽ നിന്ന് 2 അങ്ങോട്ട് മൈനസ് ചെയ്യുക, നമുക്ക് 10 കിട്ടുന്നു. നമ്മുടെ ആൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, 10 ആണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. യെസ്. ഇനി നോ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇത് വീണ്ടും ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി. ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരും. നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. USSന് ഈ പ്രാവശ്യത്തെ എല്ലാ ക്ലാസ്സുകളും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ കുറെ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം കൂടി ഒന്നിട്ട് എടുക്കുകയാണ്. ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്. അത് നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രശ്നവും ഇല്ല. ഈ ആവറേജിനെ ഡബിൾ ചെയ്യുക, എന്നിട്ട് 2 അങ്ങ് കുറച്ച് കളിയാം. The difference of the sum and the difference of 2 numbers is 44. Which is the largest number? വെരി ഗുഡ്. ഫർമിൻ ജോസ്, ആ ചോദ്യം ഒന്ന് വായിച്ചേ. The difference of the sum and the difference of the two numbers is 44. Which is the largest number? 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 എങ്കിൽ അവയിൽ വലുത് ഏത് എന്നാണ് ചോദ്യം. ചെറുതല്ല ചോദിച്ച, വലുതാ ചോദിച്ചത്. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണെങ്കിൽ അവയിൽ വലുതേത് എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? ബോർഡ് കാണുന്നുണ്ടോ? ഋതുവ? Yes, sir. യെസ്. ഋതുവക്ക് ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല sir. മോള് ഏതെങ്കിലും 10 താഴെയുള്ള സംഖ്യ പറ. 9. 9. 9ന്റെ അടുത്ത സംഖ്യ പറ. 8. 8. 9 പ്ലസ് 8 എത്രയാ? 17. 17. 9 8 മൈനസ് ചെയ്താലോ? 1. 1. 17 വീണ്ടും 1 മൈനസ് ചെയ്താലോ? 16. 16. അപ്പൊ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളെ, ശരിക്കും പറയണേ മറുപടി. The difference of the sum and the difference of 2 numbers is 16. 2 സംഖ്യകളുടെ തുകയും അവയുടെ വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 16 ആയാൽ ചെറുതേത് മോളെ? 8. 8. വലുതേത്? 9. ഈ ചെറുത് എങ്ങനെയാ കിട്ടിയത്? 16.5 ആണോ? 16.5 ആണ്. വലുത് എങ്ങനെയാ കിട്ടിയത്? അറിയില്ല സാർ. 8ന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട്, 8ന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട്. ശരി, മോള് വേറെ സംഖ്യ പറയാ. അതിന്റെ അടുത്ത സംഖ്യ പറ. 2. അതെങ്ങനെയാ? 6ന്റെ തൊട്ടടുത്താണോ 2 വരുന്നത്? അല്ല, 5. 5. 6 പ്ലസ് 5 എത്രയാണ്? 11. 11. 6ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 1. 1. 11 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 10. 10. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുന്നു, the difference of the sum and difference of 2 numbers is 10. എങ്കിൽ അതിൽ ചെറുത് ഏതാണ് മോളെ? 5. അതെങ്ങനെയാ കിട്ടുന്നത്? 10.5. വലുത് ഏതാണ്? 6. 6 എങ്ങനെയാ കിട്ടുന്നത്? അതിന്റെ കൂടെ 1 കൂട്ടി. 5ന്റെ കൂടെ 1 കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. The difference of the sum and difference of 2 numbers is 44. Which is the least one? 22. 30. എങ്ങനെ? 22. 22 ആണ്. അപ്പം വലുത് ഏതായിരിക്കും? 23. 23. ഈ 22 23 കൂടി കൂട്ടിയാൽ എത്രയാണ്? 45. 45. 23 നിന്ന് 25 മൈനസ് ചെയ്താൽ എത്രയാണ്?
സോറി 22 മൈനസ് ചെയ്താൽ 1. 1. 45 1 കുറച്ചാൽ എത്രയാണ്? 44. 44. ഇപ്പൊ ചോദ്യം വ്യക്തമായോ? Yes. ശരി, മറ്റുള്ള കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, ഈ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കം വിളിച്ചു പറയാം. യെസ് ആണ്. അപ്പൊ 240 കുട്ടികൾ കൂടി ഒന്നിച്ച് യെസ് പറഞ്ഞാല് ഫോൺ പോയി പോകേണ്ട കാലഘട്ടം. ശരി, പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഒരു ചിത്രമാണ്. ആ ചിത്രം നിങ്ങൾക്ക് എന്റെ കൂടെ വരയ്ക്കാം. അവസാനം ഈ 10 ചോദ്യമാണ്. ഓരോ ദിവസവും 10 ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. ഓരോ ദിവസവും 10 ചോദ്യം. ആ 10 ചോദ്യം കേൾക്കുന്നവരെ അതുവരെ നിങ്ങൾക്ക് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം 2 or 3 ചോദ്യം ഹോംവർക്ക് ആയിട്ട് തരും. ആ 3 ചോദ്യം ഹോംവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ യൂട്യൂബിൽ തന്നെ നിങ്ങളത് കമന്റ് ചെയ്യണം. യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതാ കാത്തിരിക്കുന്നു, അവരെ കാത്തിരിക്കുന്നു വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളടങ്ങിയ മലയാളം, എല്ലാം പുതിയ ടെക്സ്റ്റ് ആണല്ലോ, മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, ഇതിലൊക്കെ വരുന്ന ചോദ്യങ്ങളടങ്ങിയ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് സാധ്യതയുള്ള കുട്ടികൾക്ക് അയച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യുന്ന കുട്ടികൾക്ക്. അപ്പൊ നിങ്ങൾ ഇത്രയും കുട്ടികൾ ആൻസർ ചെയ്താലോ? അവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് 2 or 3 കുട്ടികളെ നറുക്കിട്ടെടുത്തിട്ട് സെലക്ട് ചെയ്ത് അയച്ചു. അപ്പൊ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. കുട്ടികൾ മറ്റു കമന്റുകളൊക്കെ പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് പോലും ഞാനിപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ശരി, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ നേരത്തെ നിങ്ങൾ അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് പറയുന്നത് കൊണ്ടാണ് എനിക്ക് തിരിയുന്നത്. അതേസമയത്ത് ക്ലാസ് തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഇപ്പൊ ഋതുവ എന്തായാലും ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അതേപോലെ ഋതുവ, അതുപോലെ ഫെർമിൻ ജോസ്, ഇതുപോലെയുള്ള കുറച്ച് കുട്ടികൾ, 3-4 കുട്ടികൾ ഈ ക്ലാസ് കഴിഞ്ഞ് തന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അവരുടെ പേരൂടെ എഴുതി വെക്കും. അവർ കൃത്യമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയും വേണം. എന്നിട്ട് ഇതേപോലെ മറുപടി തന്നാൽ മതി. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഒരു നേരിട്ട് ക്ലാസ് എടുക്കലൊന്നല്ല, ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾ എല്ലാവരും കൂടി ബഹളം വെക്കുന്ന സമയത്ത് എനിക്കിവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. ക്ഷമിക്കുക. അടുത്തത് ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ ആ ചിത്രം വരയ്ക്കാം. എല്ലാവരും പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഇതാ ഒരു റെക്ടാങ്കിൾ. വരച്ചു കഴിഞ്ഞാൽ ഋതുവ യെസ് എന്ന് പറയാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോസിന് പറയാം. ഫെർമിൻ ജോസ് ഉണ്ടെന്നില്ല. ഓട്ടെ, അടുത്ത കുട്ടി. യെസ് യെസ്. അടുത്ത പ്രശ്നം നോക്കിക്കോളൂ. അടുത്ത എന്തായാലും ചെയ്യുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. ഇതിന്റെ ലെങ്ത് തൽക്കാലം നിങ്ങൾ വിചാരിച്ചോളൂ 30 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഋതുവ വിചാരിച്ചോ 30 ആണെന്ന്? ഇതിന്റെ വീതി, ബ്രെഡ്ത്ത് അത് 20 ആണെന്ന് വിചാരിച്ചോളൂ. വിചാരിച്ചോ? അപ്പം 30ഉം 20ഉം ആണ്. അപ്പം വളരെ നിസ്സാരമായ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? പരപ്പളവ് 600 square centimeter. 600 square centimeter. പക്ഷെ ഞാൻ ക്ലാസ്സിലാണ്. അപ്പം 600 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ശരിയാണ്. പക്ഷേ ചോദ്യം അതല്ലല്ലോ. ചോദ്യം ഇതാണ്. ഇതിന് ഞാൻ ആദ്യം പേരൊക്കെ കൊടുക്കട്ടെ. എ, ബി, സി, ഡി എന്നൊക്കെ പേര് കൊടുക്കാം. അതിലൊന്നും കാര്യമില്ല, നോക്കിക്കോളൂ. ഇവിടുന്ന് ഞാൻ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു, അതിട്ട് ഇങ്ങോട്ട് താക്കുകയാണ്. നിങ്ങളും അങ്ങനെ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ ഋതുവക്ക് യെസ് എന്ന് പറയാം. ഈ ഭാഗത്തെ ഈ ട്രയാങ്കിളിനെ ഋതുവ ഷെയ്ഡ് ചെയ്യും. Okay, sir.
ഈ ഭാഗത്ത് ഈ അവസാനത്തെ ട്രയാങ്കിളിനെയും ഷെയ്ഡ് ചെയ്യൂ. Yes, sir. ചെയ്യണം. ഇനി ചോദ്യം വരുന്നു, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. കാരണം അതിപ്പോ മെസ്സേജ് ഓൺ ആണ്, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം മക്കളെ. ഇതിന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ഷെയ്ഡഡ് പോർഷൻ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് പോർഷന്റെയും തുക സം എത്രയാണ് എന്നാണ് ചോദ്യം. 300 ഉത്തരം വരുന്നുണ്ട് സാറേ. പല ഉത്തരവും വരുന്നുണ്ട്, ഞാനിതിൽ കാണുന്നുണ്ട്. ഋതുവ, കുറച്ച് ഉത്തരം ഇങ്ങനെ വരട്ടെ അല്ലേ? ശരി, ഫെർമിൻ ജോസ്, എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്? 300. 300 ശരിയാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ തരാതെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 300 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്ററിലാണ് അളവ് തന്നെങ്കിൽ. ഇത് ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിവിടെ വിവരിക്കണമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിവരിക്കാം. ഞാനിവിടെ വിവരിക്കാം. ഋതുവ, 300 കിട്ടിയിരുന്നോ? യെസ് സർ. എങ്ങനെയാ കിട്ടിയത്? ആ ഷെയ്ഡഡ് ട്രയാങ്കിളിൽ, ഷെയ്ഡഡ് അല്ലാത്ത ട്രയാങ്കിൾ ഇല്ലേ, അതിലൊരു വര വരച്ചു നടുന്ന്. അത് ശരിയാണ്. ഇതിൽ നടുക്കൂടെ ഒരു വരയും വരയ്ക്കുക, ഇങ്ങനത്തെ. ഇത് വരച്ചു കഴിഞ്ഞപ്പോഴേക്ക് അറിയാലോ. നിങ്ങൾ ആദ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിന്റെ മൊത്തം ഏരിയ 600 എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 600-നെ ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്. അപ്പൊ ആർക്കാ അറിയില്ലാത്തത് ഇത് 300 ആണെന്നും മറ്റതും കൂട്ടിയാൽ 300 ആണെന്നും? അപ്പൊ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ 2 അളവുകൾ തുല്യം, ഇവിടെ കിട്ടുന്ന ഈ 2 അളവുകൾ തുല്യം. അങ്ങനെ അളവുകൾ തുല്യമാണെങ്കിൽ ഇതിന്റെ ആൻസർ 300 തന്നെ ആണ്. പോകാം നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക്. അത് ലേശം ആലോചിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചിത്രമാണ്. വീണ്ടും വരയ്ക്കുന്നു നിങ്ങൾ ഒരു സ്ക്വയർ, റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിൾ വരച്ചു. റെക്ടാങ്കിൾ വരച്ചു. അപ്പോൾ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ആ കുട്ടികളുടെ ആഘോഷ പരിപാടിയാണ്. കുട്ടികൾ ഇങ്ങനെ ആഘോഷമായിട്ട് ഇങ്ങനെ ഒരിക്കലും പോകുന്നുണ്ട്. ആ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. ശരി, റെക്ടാങ്കിൾ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഋതുവ യെസ് എന്ന് പറയാം. ഈ റെക്ടാങ്കിളിന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ അങ്ങോട്ട് തരികയാണ്. ഇതിന്റെ പരപ്പളവ് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് തന്നു. നീളം വീതിയൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം ഇതാണ്, ഇവിടെ ഞാൻ ഈ അടിയിൽ പേരൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി. ആ മിഡ് പോയിന്റ് വേണമെങ്കിൽ ഞാൻ പേര് കൊടുക്കാം, എം എന്ന് പേര് കൊടുക്കാം. ഈ സൈഡിലും ഞാനൊരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി, മധ്യബിന്ദു അത് പി എന്ന് അടയാളപ്പെടുത്താം. ഇനിയാണ് അടുത്ത പ്രശ്നം. ഈ ആംഗിളിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു വര വരച്ചു, ഈ ആംഗിളിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു, ഈ ആംഗിളിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു. അപ്പൊ മിഡിലില് ആ ചുവന്ന വശം കൊണ്ട് കിട്ടിയ ആ രൂപത്തിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ ആണോ? ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ വേറെയുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഷെയ്ഡ് ട്രയാങ്കിൾ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. മൊത്തം ഏരിയ നേരത്തെ പറഞ്ഞത് എത്രയെന്ന് ഓർമ്മയുണ്ടോ? 40 സ്ക്വയർ സെന്റിമീറ്റർ. 40 സ്ക്വയർ. 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്.
എങ്കിൽ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് എത്രയാണ്? ശരിയായ ഉത്തരം 1-2 കുട്ടികളെ അയച്ചിട്ടുണ്ട്. ഫെർമിൻ ജോസ് കേൾക്കാം? പ്രതികരിക്കാത്ത ഫെർമിൻ ജോസ് കേൾക്കാമോ? കേൾക്കാം. എത്രയാണ് ആൻസർ? 15ആണ്. കുട്ടികളെല്ലാവരും 20 ടൈപ്പ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ആൻസർ 15ആണ്. അതെങ്ങനെയാ ആൻസർ 15 കിട്ടുന്നത്? 2 വഴികളിലൂടെ ഞാൻ ഇത് പറഞ്ഞുതരാം. ഒരു വഴി, ഈ 40 എന്ന് കിട്ടുന്നതിന് നിങ്ങൾക്ക് വേണേ 2 സംഖ്യകൾ കൊടുക്കാം. ഈ നീളം 10 കൊടുക്കുക, ഈ വീതി നിങ്ങൾക്ക് 4 കൊടുക്കുക. ഇപ്പൊ 10 × 4 40 ആണല്ലോ മൊത്തം. ഇനി ഇവിടെ ഈ വീതി 4 എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് 2 ആയിരിക്കുന്ന കാര്യം സത്യമാണ്. താഴത്തും 2 ആയിരിക്കും. ഇനി ഇവിടുത്തെ ഈ കാര്യം മിഡ് പോയിന്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം 10ന്റെ പകുതിയായ 5 ആയിരിക്കും. ഇവിടെയും 5 ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഒരു ത്രികോണത്തിന്റെ ഏരിയ RPH നിങ്ങൾ പഠിച്ചതാണ്. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 10ന്റെ പകുതിയായ 5 ആണ് ഇത്. അത് ഞാൻ നീല മഷുവിലാണെങ്കിലും മാറ്റി. 10നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ കിട്ടുന്ന 10 × 2 20, 20ന്റെ പകുതിയായ 10 ആണ് ഇത്, ആ ഒഴിഞ്ഞ ത്രികോണം. 4നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 20ന്റെ പകുതിയായ 10 ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒഴിഞ്ഞ ത്രികോണം. ആ ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയാലോ? ഒഴിഞ്ഞ ഭാഗമായ 10ഉം ഈ 10ഉം ഈ 5ഉം കൂടി കൂട്ടിയാലുള്ള 25 അങ്ങോട്ട് ഒഴിവാക്കിയാൽ 40ൽ നിന്ന് 25 കുറച്ചാൽ എത്രയാണ് ഋതുവ? 15. നോക്ക്, 15 കിട്ടിയിരുന്നോ? Yes, sir. യെസ്, കിട്ടിയിട്ടില്ല. ഇത് ഒരു മാർഗമാണ്. അടുത്ത മാർഗം ശ്രദ്ധിച്ചോളെ. അടുത്ത വേറൊരു വഴിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വേറൊരു വഴി ശ്രദ്ധിച്ചോ. വേറൊരു എളുപ്പമുള്ള വഴിയാണ്, ശ്രദ്ധിച്ചോ. ഒന്ന്, നിങ്ങൾ ഈ മിഡ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നേരെ ഇതിൽ പകുതിയാക്കുക. ആ പകുതി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഭാഗം 20ഉം ഈ ഭാഗം 20 ആയിരിക്കും. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പിയിലൂടെ ഒരു വര വരച്ചിട്ട്, അത് വേണേ വേറൊരു കളറുണ്ടെ വരയ്ക്കാം. പിയുടെ വര വരച്ചിട്ട് വീണ്ടും അത് പകുതിയാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4 ഭാഗങ്ങളും എത്ര വീതം ഉണ്ടാവും ഋതുവ? 10 ഈച്ച് ഉണ്ടാവും. ശരി, ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒഴിഞ്ഞ ഭാഗം ഓരോന്നും കണ്ടെത്താം. നേരത്തെ കണ്ടെത്തിയതുപോലെ ഈ ഭാഗം നമ്മൾ 20 ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ഡയഗണലാണ്, വികരണം. അങ്ങനെയാകുമ്പോൾ ഈ ഭാഗം 10 ആയിരിക്കും. ഇത് മാത്രം നേരത്തെ അഥവാ പറഞ്ഞതുപോലെ ഇത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ വികരണമാണ്. അപ്പം ഇത് 5 ആയിരിക്കും. ഇത് രണ്ടും കൂടി ഒന്നിച്ച് പരിഗണിച്ചാൽ നിങ്ങൾക്ക് 20 ആണ് കിട്ടുന്നതെങ്കിൽ ഈ നടുക്കൂടെ പോയിരിക്കുന്ന ഇക്കാര്യം ഇതിന്റെ വികരണമാണ്, ഡയഗണലാണ്. അപ്പം ഇത് 10 ആയിരിക്കും. അങ്ങനെയും 10ഉം 10ഉം 5ഉം കൂടി കൂട്ടിയിട്ട് 25 നിങ്ങൾക്ക് മൈനസ് ചെയ്ത് 15ലേക്ക് എത്താം. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായ കുട്ടികൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടെ പറയാം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാനുള്ള അവസരമാണ്. 231 കുട്ടികൾ വീണ്ടും ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ ഫെബ്രുവരി 27-നാണ്. ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇന്നലെ സ്കൂള് പൂട്ടി,
ഇനിയിപ്പോ സ്കൂളുകൾക്ക് തുറക്കും, അതുവരെ ഇരുന്ന് പഠിച്ചുകൊള്ളും. നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങൾ എന്റെ നേർക്ക് തന്നെ വരും പരീക്ഷയ്ക്ക് എന്ന്. നിങ്ങൾക്ക് 2024 വെച്ച ചോദ്യം ഉണ്ടാവും. അത് മിക്കവാറും വരിക പവർ മാത്സ്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്, ആവർത്തന ഗുണിതം, അത് വെച്ച് ചോദ്യം വരാം. 2022 ഒരു ചോദ്യം അങ്ങനെ വന്നു. 2022 raised 2021. ഇതിന്റെ അർത്ഥം എന്താണ് ഋതുവ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 2022 2021 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സംഖ്യയെ? പറ്റില്ല. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാലോ, ഇതിന്റെ യൂണിറ്റ് പ്ലേസ്, ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് എത്രയാണെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങൾ ആലോചിച്ചാണ് വെച്ചോ, ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയായിരിക്കും? പ്ലസ് ഇത് വേണ്ടി തിരിച്ചു വന്ന് 2021 raised 2022 അത് തിരിച്ച് മുകളിലോട്ട് എഴുതി. ഇപ്പോഴും ഇതിന്റെ അർത്ഥം എന്താണ് ഋതുവ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 2021 2022 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും എത്രയാണ് ഉത്തരം ഞാൻ ചോദിക്കില്ല. പക്ഷേ അവിടെ ഞാൻ യൂണിറ്റ് പ്ലേസ് എത്രയാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. പക്ഷെ ചോദ്യം അതല്ല എന്ന് ഒരിക്കൽ വന്നത്. ഈ മൊത്തം സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? വാട്ട് ഈസ് ദ റിമൈൻഡർ? ഫെർമിൻ ജോസ് ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും. 2022 raised to 2021 plus 2021 raised to 2022 divided by 10. What is it the remainder? കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്യട്ടെ. കുട്ടികളെല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്യട്ടെ. ചെയ്യാവുന്ന ആൻസർ ഒക്കെ ടൈപ്പ് ചെയ്യട്ടെ. എത്രയാണ്? 3 ആണ് സാറേ ടൈപ്പ് വരുന്നത്. വളരെ ശരി. നല്ല മക്കളാണ്, നല്ല കുട്ടികൾ, നല്ല പഠിക്കുന്ന മക്കളാണല്ലോ. വളരെ ശരിയാണ്, 3 ആണ്. 3 എന്ന ഉത്തരം ശരിയാണ്. 2ന്റെ കൂടി ഒന്ന് കൂട്ടിയാൽ മതി. ഈ ഏതൊക്കെ മനസ്സിലായോ എങ്ങനെയാ ഈ 3 കിട്ടിയെന്നുള്ളത് കുട്ടികൾ ടൈപ്പ് ചെയ്തത്? ഇല്ല സാർ. മോളെ 2022 അല്ലെങ്കിൽ വിട്ടേക്ക്. 2 raised to 2021 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയാ? 2 ആണോ? ഈ 2021 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ മോളെ? സോറി, 2021 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയായിരിക്കും? Sir, 1 ആയിരിക്കും റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ 2/2021 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടുത്തെ 2/2021 യൂണിറ്റ് പ്ലേസ് നമുക്ക് വരുന്നത് 2 ആണ്. 1ന്റെ മേലെ നിങ്ങൾ ഏത് സംഖ്യ കൊണ്ടാച്ച് എഴുതിയാലും അതിന്റെ യൂണിറ്റ് പ്ലേസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 2 ഒന്നും കൂട്ടിയാൽ 3 ആയിരിക്കും. ഈ 3 അവസാനിക്കുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പറ്റിച്ചതാണ്. അപ്പം ഇത് 3 തന്നെയാണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ ഇത് പെട്ടെന്ന് മനസ്സിലായവർ എനിക്കറിയില്ല, അവർക്കുള്ള മറുപടി പറയാം. നിങ്ങൾക്ക് തിരിഞ്ഞു മനസ്സിലായിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. ഋതുവ അവിടെ എഴുതി വെച്ചോളൂ. നമുക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എക്സ്പോണൻസിന്റെ ചോദ്യങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ പോലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതൊന്ന് എടുക്കണം.
കാരണം ഈ 2ന്റെയും 3ന്റെയും പവർ വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ചോദ്യം എടുക്കേണ്ടതുണ്ട്. മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ 2022 കണ്ടിട്ട് ബേജാറാകുന്നുണ്ട്. നമുക്ക് 2/2021 ആക്കാം. ഇവിടുത്തെ എടുത്തിട്ട് നമുക്ക് 1/2022 ആക്കാം. മറ്റേത് തൽക്കാലം മറന്നേക്ക്. വലിയ സംഖ്യയാണ് ചെല്ലപ്പടി ബേജാറാണ്. 10 കൊണ്ടുള്ള അയലെല്ലാം തൽക്കാലം പോട്ടെ. ശരി, ഇങ്ങനെയാകുമ്പോൾ കുറച്ച് മനസ്സിലാകും നോക്കട്ടെ. ശരി, ഇതിലേക്ക് പോകാം. ഫെർമിൻ ജോസ് 2 സാർ ഒന്നുകൂടെ പറയാമോ? 2/2021 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2-നെ 2021 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചെയ്യാനല്ലേ? അതല്ലേ ശരിയല്ലേ? നോക്കിക്കോളൂ, 2ന്റെ പ്രത്യേകത നോക്കിക്കോളൂ. അത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചത്. നോക്കട്ടെ. 2/1 is equal to 2 അല്ലേ? 2/2 is equal to 4 അല്ലേ? 2/3 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 2/4 ഇത് എത്രയാണ്? 16. ഇനി അടുത്ത 2/5 പോയാലോ? 32. 2/6 പോയാലോ? 64. 2/7 പോയാലോ? 128. 2/8 പോയാലോ? 256. 56. വെരി ഗുഡ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. 2, 4, 8, 6 ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ സംഖ്യ ഇതിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരുമ്പോഴാണ് ഇതിങ്ങനെ മറിഞ്ഞു വരുന്നതെങ്കിൽ, അത് 2 മാത്രമല്ല, 2, 3, 7, 8ന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ഈ സംഖ്യയെ 2021 എന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു വഴിയാണ് പറയുന്നത്, മറ്റേ വഴിയാ പറഞ്ഞതാണ്. ഒരു വഴി ഇതാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ റിമൈൻഡർ നിങ്ങൾ പിടിച്ചാൽ മതി. നിങ്ങൾക്കറിയാം 5 × 4 20 ആണ്. 2 ഇറക്കിയിട്ട് അവിടെ 0 വരും. 21 4 5 4 20 ആണ്. ഈ റിമൈൻഡർ എത്രയാണ് പൊതുവാ? ആ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 2021 2/2021 യൂണിറ്റ് പ്ലേസും 2/1 യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും. അപ്പൊ 2/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ ഇതിന്റെ ഉത്തരം 2 ആയി. പ്ലസ് 1ന്റെ മേലെ ഏത് സംഖ്യ പവറായിട്ട് എഴുതിയാലും അതിന്റെ യൂണിറ്റ് പ്ലേസ് എത്രയാണ് മോളെ? ഏത് പ്ലേസ് ആയാലും 1 തന്നെയാണ്. അത് 1 ആണ്. അപ്പൊ 2 + 1 = 3 വരും. ഇനി ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികളോട് ചോദിക്കുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ആണെങ്കിൽ പവർ ബേസിലെ ചോദ്യം വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. യൂട്യൂബിൽ ഞാൻ ക്ലാസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പവർ എന്ന് വേറൊരു ചോദ്യം ഇതാ വരുന്നു. കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ പോകാം. കുറെ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒക്കെ ശരി തന്നെയാണ്. ശരി, അടയ്ക്കട്ടെ, ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇത് അടുത്ത ചോദ്യം വരുന്നു. 8/8 എന്ന സംഖ്യയുടെ ഹാഫ് എത്രയാണ്? പകുതി എത്രയാണ്? 8/8ന്റെ പകുതി എത്രയാണ്? നല്ല നല്ല ചോദ്യം വരുന്നുണ്ടെങ്കിൽ വേറെ മനസ്സിലാകുന്ന ചോദ്യം വരുന്നുണ്ട്. വേറെ ചോദിക്കോ? എട്ട് 8/8ന്റെ പകുതി 8/7 അല്ല. 8/8 2/24 ആൻസർ വന്നിട്ടുണ്ട്. ഓ 2/24 ആൻസർ വന്നിട്ടുണ്ട്. 23 ആണ്. 2/23 എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നോക്കാം. നമുക്ക് 2ന്റെ പ്രത്യേകതയുണ്ട്. 2ന്റെ പവറായിട്ട് ഏത് സംഖ്യ വന്നാലും അതിന്റെ പകുതി ചോദിച്ചാൽ
നമുക്കറിയാലോ പകുതി തന്നെ 2 കൊണ്ട് ഹരിക്കലാണല്ലോ. പകുതി ചോദിച്ചാൽ അത് ആ പവറിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പൊ 2/5 പകുതി 2/4 ആണ്. 2/3 എന്ന സംഖ്യയുടെ പകുതി 2/3 പകുതി 2/2 ആണ്. അപ്പൊ 1 കുറച്ച് എഴുതാം. പക്ഷെ ഇവിടെ 2ന്റെ മൾട്ടിപ്ലായ 8 വന്നിരിക്കുന്നത്. 2ന്റെ മൾട്ടിപ്ലായ 8 വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 2ന്റെ പവറാക്കി മാറ്റണം. അപ്പൊ 8നെ നമുക്ക് 2/3 എന്ന് എഴുതാം, 2/3 എന്ന് എഴുതാം. ആ 2/3യെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ 8നെ പുറത്തേക്ക് തള്ളിക്കാം. അപ്പൊ 2/3 × 8 24 എന്ന് വരുന്നു. ഇനി നിങ്ങൾക്ക് പകുതി പറയാൻ പറ്റും. എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയൂ. 2/24 പകുതി എത്രയാണ്? 2/23. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറെ കുട്ടികൾ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തതാണ്. പരീക്ഷ അടുത്ത ഈ സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തൊക്കെ വേഗം മനസ്സിലാക്കുക. കാരണം ഇത് നമുക്ക് ഇനി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ കളിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഒരു കുട്ടി നമ്മുടെ ഗ്രൂപ്പിലൂടെ അയച്ചു അല്ലാതെ അയച്ചു തന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ആ കുട്ടി ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു. ചിത്രം ഞാൻ വരയ്ക്കാം. ആ ഗ്രൂപ്പിൽ ഈ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര് പറയണം. ചിത്രം വരച്ചതിന് ശേഷം ഞാൻ ചോദിക്കും, മൈക്ക് ഓൺ ചെയ്യും. ശ്രദ്ധിക്കുക. എല്ലാവരും ഇതാ ഒരു ത്രികോണം വരയ്ക്കുക. വരച്ചോ ഋതുവ? വരച്ചു. റഫായിട്ട് വരച്ചാ മതി. അതൊന്ന് ഇങ്ങോട്ട് വായിച്ചു, ഇങ്ങനെ പോയ ഇങ്ങനെ കഥാല്ല. ഒന്നിങ്ങോട്ട് വന്നു. 2, 3, 4, 5. ഇവിടെ 1, 2, 3, 4, 5 എണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടി അയച്ചത് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ഇതിലുണ്ടോ നോക്കട്ടെ. മോളെ, ഇത് ഒരു പെൺകുട്ടിയാണ് ഈ ചോദ്യം അയച്ചു തന്നത്. ആ കുട്ടി ഈ ഗ്രൂപ്പിലുണ്ടോ? ഒന്നും പറയണ്ട, എന്തെങ്കിലും ഉണ്ട് പറഞ്ഞത് ഇല്ല. ഉണ്ടോ? ഇല്ല സാർ, ഞാൻ മതി. യെസ് ഓർ നോ? നോ. ഇല്ല, ഞാൻ മതി. യെസ്. ഈ ചോദ്യത്തിൽ ഇതാണ് ചോദ്യം. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ്. ഇതിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി. How many triangles are here? കിട്ടിയോ ഉത്തരം? ഇല്ല സാർ, ചെയ്യുന്നതാണ്. ചെയ്യുന്നതായിരുന്നു. ഇതിന് എളുപ്പ വഴിയുണ്ട്. 18 ആണോ സാർ? 18 എന്ന് ചോദിച്ചാൽ ആണോ? ആണോന്ന് ചോദിച്ചാൽ ആണോ? അല്ല. ശരിയായ ഉത്തരം പറഞ്ഞില്ല. ഫെർമിൻ ജോസ്, എത്രയാണ് ഇതിൽ ത്രികോണങ്ങളുടെ എണ്ണം? 15 അല്ലേ സാർ? 15 ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉത്തരം പറയാൻ പറ്റും. എനിക്കറിയില്ല. എങ്ങനെയാ വായിച്ചിട്ടുന്നത്? ഇവിടെ എന്നോട് യോജിക്കാൻ ലേശം വിട്ടിരിക്കണേ. ഫെർമിൻ ജോസ്, നമുക്ക് കൂട്ടി വെക്കാം. ആദ്യം വരുന്നത് 1, 2, 3, 4, 5. ഈ വലുത് 1 + 2 + 3 + 4 + 5 ആണ്. അതെത്ര ഉണ്ട്?
15. 15. ആ 15 അവിടെ ഉണ്ട്, അത് റെഡിയാണ്. പ്ലസ് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനെ ചെറിയ കട്ടിങ് ഉണ്ട്. 1 2, അത് 1 + 2 ആണ്. അത് 3 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ലേ? 3. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണം വേഗം, മറ്റൊന്നിങ്ങനെ ആലോചിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ, 1. അപ്പോൾ ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 15. അപ്പൊ മൊത്തത്തിൽ ഉണ്ടാവും 18. ഒന്നുകൂടി 15 ദിവസം കൂട്ടിയില്ല. ഇവിടെ 15, ഇത് 3, ഇത് 1. 19. പക്ഷെ ചില കുട്ടികൾ 20 ഒക്കെ ടൈപ്പ് ചെയ്തിട്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കുക കൃത്യമായിട്ട് എത്ര ഉണ്ടെന്നുള്ളത്. വീട്ടിൽ നിന്ന് ശരിക്ക് ശ്രദ്ധിച്ചു വെക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ നമ്പറിൽ വിളിക്കാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എല്ലാവരും തയ്യാറായിക്കോളൂ ചെയ്യാൻ. ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഒരു സ്ക്വയർ വരയ്ക്കുക. ഋതുവ വരച്ചു കഴിഞ്ഞാൽ ഏത് പറയാം നമ്മളെ? ആ സ്ക്വയറിന്റെ പെരിമീറ്റർ ഞാൻ തരികയാണ് നിങ്ങൾക്ക് 20 സെന്റിമീറ്റർ. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ് തരുന്നത്? 20 സെന്റിമീറ്റർ ആണ്. 20. ഇനി ഇതിനോട് ചേർന്നിട്ട് വേറൊരു സ്ക്വയർ ഞാൻ ഉണ്ടാക്കുന്നു. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ് 24 തരുന്നത്. ഇപ്പൊ 2 ഇനി അടുത്ത് തരാൻ പോകുന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു സൈഡ് എടുത്തുകൊണ്ട് ഒരു സ്ക്വയർ ഇതിനോട് ചേർത്ത് ഞാൻ വരച്ചു. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത് രണ്ടും ഒരു സൈഡായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു രൂപമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ആദ്യം ചെറുതിന്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ, തൊട്ട വലുതിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ. ഇനി അത് രണ്ടും വശമാക്കിക്കൊണ്ട് ആണ് നീട്ടിയിട്ട് 3, 4 ഞാൻ വരച്ചത്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ? ഈ ഫിഗറിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങൾ വരച്ചിട്ട് ഒന്ന് നോക്കി കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. അത് കുട്ടികളെ ആൻസർ പറയുന്നുണ്ടോ? 8.45 എന്നാണ് സാർ വരുന്നത്. തെറ്റാണ്. ആന്നല്ല, ഒരു കുട്ടിയുടെ ഉത്തരം ഞാൻ കണ്ടു. ആ കുട്ടി അപ്പോഴത്തേക്ക് പോയി കാണും. ഒന്നുകൂടി ടൈപ്പ് ചെയ്തേ. ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതിയ ഒരു കുട്ടിയെ കണ്ടു. 480. 471 കാണുന്നുണ്ടോ? നമുക്ക് 471 ടൈപ്പ് ചെയ്ത ആ കുട്ടിയെ ഒന്ന് വിളിക്കാം. 471 ആൻസർ ടൈപ്പ് ചെയ്ത കുട്ടി ഒന്ന് മുന്നോട്ട് വരാം. പേരെന്താ? മുസമ്മിൽ. ആ മുസമ്മിലെ ഇന്നലെ നോക്കിയെടുക്കുന്നത്. മുസമ്മിലെ കേൾക്കാമോ? മുസമ്മിൽ പോയോ? മുസമ്മിൽ കേൾക്കാമോ? ഹലോ, യെസ് ഓർ നോ? ഉണ്ടെന്നില്ലേ? മുസമ്മിലിന്റെ ആൻസർ എത്രയാണ്? മോളിന്റെ പ്രശ്നമായിരിക്കും. വേറെ ഏതെങ്കിലും 471 കുട്ടി ടൈപ്പ് ചെയ്ത കുട്ടി ഒന്ന് പേര് പറയും. ആരും മുന്നോട്ട് വരുന്നില്ല. 471 ടൈപ്പ് ചെയ്ത കുട്ടി. കുറെ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരുന്നത്. മൈക്കോളാണ്, പറയോ? ഹലോ, യെസ്, പോട്ടെ. ഈ 471 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം? ഓരോ സൈഡിന്റെ അളവ് വെച്ചിട്ടില്ല. ഓരോ സൈഡിന്റെ അളവ് വെച്ച് നോക്കിക്കോളൂ.
ആദ്യം നിങ്ങൾക്ക് ചെറുതിന്റെ തന്നിരിക്കുന്നത് 20 ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് 5 ആയിരിക്കും. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തതിന്റെ ഉത്തരം ഏരിയ 25 കിട്ടും. രണ്ടാമത്തത് 24 തന്നതെങ്കിൽ അതിന്റെ സൈഡ് 6 ആണ്. 6 × 6 36 കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5ഉം ഈ 6ഉം കൂടി ചേർന്നാൽ കിട്ടുന്ന 11 ഒരു സൈഡ്. 11 × 11 121 ഈ മൂന്നാമത്തതിന്റെ കിട്ടുക. പിന്നെ അടുത്ത് വരുന്നത് ഇത് 6ഉം ഇത് 11 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 17 ആണ്. 17 × 17 289 ആണ്. ഇത് കൂട്ടിയാൽ കിട്ടുന്ന 471 നിങ്ങൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്. 471 cm² ആണ് ഇതിന്റെ ആൻസർ. മൈക്ക് ഓൺ ചെയ്യുന്നു. മനസ്സിലായവർക്ക് യെസ് എന്ന് പറയാം. Yes. Sorry, കൂട്ടാമോ? Yes. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് മക്കളെ. ഈ ഹോംവർക്ക് വീട്ടിൽ ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകാം. അതേ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് തുടങ്ങാൻ തന്നെ കുറച്ചു നേരം വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏതെങ്കിലും ലീവ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വയം ലീവ് ചെയ്യാം. ഞങ്ങൾക്ക് എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഗിഫ്റ്റഡ് കുട്ടികളെ ലിസ്റ്റിൽ വരാൻ കുറെ കുട്ടികൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ആ കുട്ടികൾ എന്തായാലും ഇതിലുണ്ടാവും. ഗിഫ്റ്റഡ് കുട്ടികളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ ജില്ലയിലെ ടോപ്പ് മാർക്ക് കിട്ടുന്ന 45 കുട്ടികളാണ്. ആ ലിസ്റ്റിൽ വരുന്ന കുട്ടികളൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടും ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, ഇത്തരം ചോദ്യങ്ങൾ നേരിടുകയും ചെയ്യും. അല്ലാതെ മടിപിടിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് ലീവ് ചെയ്ത് പോകുന്നതിന് വിരോധവും ഇല്ല. കാരണം അവർ പിന്നീട് യൂട്യൂബിൽ വരുമ്പോൾ കണ്ടാൽ മതി. താല്പര്യമുള്ള കുട്ടികൾ ഇരുന്നാൽ മതി. അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിലേക്ക് അങ്ങനെ തന്നെ അയച്ചു തന്നത്. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് വീണ്ടും മാഷോടൊക്കെ സംശയം ചോദിച്ച് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചൊക്കെ എത്ര ചോദ്യം ഞാൻ തന്നു, നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന് ആൻസർ അറിയാൻ പറ്റി. അപ്പോ നിങ്ങളുടെ പോരായ്മ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാൻ തയ്യാറായിക്കോളൂ. സ്ഥിരം വരുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. അടുത്ത ക്ലാസ് പറയും. 2n into 2n + 1 - 1 is equal to 2016. ചിലപ്പോൾ 2024 ചോദിക്കുക, 24 അല്ലെങ്കിൽ 25 എന്ന രീതിയിൽ വരുന്ന മൾട്ടിപ്പിൾ വരുന്നത് ചോദിക്കാം. എങ്കിൽ ഈ n-ന്റെ വില എത്രയാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. 2n into 2n + 1 - 1 is equal to 2016. എങ്കിൽ n-ന്റെ വില എത്രയാണ്? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഈ ചോദ്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം ഞാൻ അടുത്ത പേജിലേക്കാണ് എഴുതാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ ഋതുവ? യെസ് സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അടുത്ത പേജിലേക്ക് വരാൻ പോവുകയാണ്. ഒന്നുകൂടി ചോദ്യം ഇത് വായിക്കാം. 2n into 2n + 1 - 1 is equal to 2016 ആണെങ്കിൽ n-ന്റെ വില എത്രയാണ്? സ്ഥിരം USS ചോദിക്കുന്ന ചോദ്യമാണ്. പല കുട്ടികളും USS മോഡലുള്ള കുറച്ച് കാര്യങ്ങൾ കുറേശ്ശെ പഠിച്ചു. ഈ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 20 ചോദ്യം കണക്കിന്റെ കൃത്യമായിട്ട് അങ്ങ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 മാർക്കാ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് 4 മാർക്കാ കിട്ടിയിട്ടുള്ളൂ, സമയം കിട്ടിയിട്ടില്ല, അതില്ല ഇതില്ല ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ കാണാത്തോണ്ടും കേൾക്കാത്തോണ്ടാണ്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് കഴിഞ്ഞ 2015 മുതൽ 2023 വരെയുള്ള എല്ലാ പബ്ലിക് പരീക്ഷയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ മത്സര പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അവസാനത്തെ എടുത്ത് വെച്ചു. നിങ്ങൾക്ക് ഓരോന്ന് എത്ര ചെയ്യാൻ പറ്റുന്നോ നോക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ റെഡിയാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുകയും വേണം. കണക്കിൽ 15 കൂടുതൽ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗിഫ്റ്റഡ് ആവുകയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, ശ്രദ്ധിക്കുക. അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ ടീച്ചേഴ്സിനോട് തന്നെ വിളിച്ച് ചോദിച്ച് സംശയം തീർക്കുക.
ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഇത്രയും ചോദ്യം ഞാൻ തന്നു. ഈ ചോദ്യത്തിൽ നിങ്ങൾ എത്ര ചോദ്യത്തിന് പോയിന്റ് ആയിട്ട് ഇത്ര എഴുതി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, കൃത്യമായിട്ട് പഠിക്കുക. യെസ്, അടുത്ത ചോദ്യം അടുത്ത പേജിലേക്ക് വരാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. A 2-digit number divided by another 2-digit number gives 5. A 2-digit number divided by another 2-digit number gives 5, 3, 7, 5. What is its sum? നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. 5 പോയിന്റ് നോക്കണം. അതിനാണ് അങ്ങനെ ചോദ്യം വായിക്കാം. A 2-digit number, ഇവിടെ കുറച്ച് അവിടെ ഉണ്ട്, വരാത്തോണ്ടാണ്. A 2-digit number divided by a 2-digit number. സ്ഥിരം വരുന്ന മത്സര പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. A 2-digit number divided by another 2-digit number gives 5.375. What is its sum? എങ്കിൽ ആ 2-digit നമ്പേഴ്സിന്റെ സം എത്രയാണെന്നാണ് ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയെ വേറെ ഏതോ ഒരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 5.375 ആണ്. എങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ രണ്ടും കണ്ടെത്തിയിട്ട് അത് കൂട്ടിയാൽ മതി. അത് എത്രയാണെന്നാ ചോദിക്കുന്നത്. ഇപ്പം വേണ്ട, ഇത് രണ്ടാമത്തെ ഹോംവർക്കാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കരുത്. A 2-digit number divided by another 2-digit number gives 5.375. What is its sum? What is its sum? ഒരു ക്ലൂ ഞാൻ തരാം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മോളെ, ഒരു നാലക്ക സംഖ്യയെ വേറൊരു നാലക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 5.375 കിട്ടിയെങ്കിൽ ആ നാലക്ക സംഖ്യകൾ ഏതൊക്കെയാ മോളെ? സാർ, നെറ്റ് പ്രോബ്ലം കൊണ്ട് തിരിഞ്ഞില്ല. ഒരു നാലക്ക സംഖ്യയെ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു നാലക്ക സംഖ്യയെ വേറൊരു നാലക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 5.375 കിട്ടിയെങ്കിൽ ആ നാലക്ക സംഖ്യകൾ ഏതൊക്കെയാണ് മോളെ? 5375 1000. ഇനി ഒരു രണ്ടക്ക സംഖ്യയെ ഞാൻ വേറൊരു രണ്ടക്ക സംഖ്യ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 1.2 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ് മോളെ? 12ഉം 10ഉം. 12ഉം 10. എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ നാലക്ക സംഖ്യയെ നിങ്ങൾ രണ്ടക്ക സംഖ്യയിലേക്ക് കൊണ്ടുവരണം. താഴത്തെ നാലക്ക സംഖ്യയെ നിങ്ങൾ രണ്ടക്ക സംഖ്യയിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. അത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ 5375 ഫാക്ടറൈസ് ചെയ്യാം. അഭാജ്യ സംഖ്യകൾ കൊണ്ട്, പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 വേറെ തന്നെ ചെയ്യാം. അതിൽ കോമൺ ആയിട്ടുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇത് 2 വർഷം മുമ്പ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഈ ചോദ്യവും നോട്ട് ചെയ്യുക. ഈ നേരത്തെ തന്നിരിക്കുന്ന ചോദ്യവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ തയ്യാറായിട്ട് വെക്കുക എല്ലാ കുട്ടികളും. ഇനി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. തുടങ്ങാൻ നേരത്തെ നമ്മൾ ദിവസം വൈകിപ്പോയിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ
നമുക്ക് കുറച്ചുകൂടി നേരത്തെ കോഹോസ്റ്റ് ആവുന്ന കുട്ടികൾ ഒന്ന് മുന്നോട്ട് വരിക. എന്നിട്ട് 1-2-3 കുട്ടികൾ അങ്ങനെ കോഹോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഋതുവ എന്തായാലും ഇപ്പൊ ഒന്ന് പഠിക്കണം. അതേപോലെ എല്ലാ സ്കൂളിലെയും കുട്ടികൾ മുന്നോട്ട് വരിക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. 280ഓളം കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിന്റെ പേര് ഗ്രൂപ്പിലൂടെ അറിയാം. ചില സ്കൂളിലെ ടീച്ചേഴ്സിനെ തന്നെ എന്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇനി നെറ്റ് കാരണവശാൽ നിങ്ങൾ ക്ലാസ്സോ കാര്യങ്ങളോ കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബിൽ ഈ ക്ലാസ് പിന്നീട് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.